സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പണ്ടത്തെ കാലം ഇപ്പോഴത്തതിനേക്കാൾ നന്നായിരുന്നതിൻ്റെ കാരണം എന്ത് എന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പണ്ടത്തെ കാലം മറന്നേക്കുക എന്നൊരു വിഷയമാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും വേർപാടിലും ഉള്ള ആരാധനയ്ക്കായി വിളിക്കപ്പെടുകയും അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുന്നതിന് മുൻപുള്ള കാലമാണ് ഒരുവൻ്റെ പണ്ടത്തെ കാലം എന്ന് പറയുന്നത്. വിശ്വാസികൾ പലരും, അഭിഷക്തന്മാരിൽ ചിലരും പലപ്പോഴും അഭിമാനത്തോടെയും ഇച്ഛാഭംഗത്തോടെയും പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ പണ്ടത്തെ കാലം എത്ര ആനന്ദകരമായിരുന്നു, ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു. അപ്പോൾ തന്നെ അങ്ങനെയുള്ളവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നൊരു സന്ദേശം കേൾക്കുന്നവർക്ക് കൈമാറുന്ന ആ സന്ദേശം എന്താണെന്നോ? ഇപ്പോൾ ഞരക്കവും ഞെരുക്കവും മാത്രമേയുള്ളൂ, ഇപ്പോൾ സന്തോഷവും ആനന്ദവുമില്ല, ഇപ്പോൾ കഷ്ടത മാത്രം മിച്ചം. ആ നാളുകളിലെ ജീവിതമായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. പ്രിയരെ, ഇത് പാപമാണ്, ദൈവത്തെ അപമാനിക്കലാണ് എന്ന് നാം തിരിച്ചറിയണം. സത്യാരാധനയുടെ ആനന്ദം എന്നത്, ദൈവിക കൂട്ടായ്മയുടെ സന്തോഷം എന്തെന്നത്, ദൈവിക നടത്തിപ്പിൻ്റെ സംതൃപ്തി എന്നത് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നത് സത്യമാണ്. അവർ മിസ്രയീം വിട്ടുവന്നു, എന്നാൽ മിസ്രയീമിനോടുള്ള സ്നേഹത്തെ അവരിൽ നിന്ന് പുറത്താക്കി കളഞ്ഞിരുന്നില്ല. ലൗകികമായത് വിടാതെ ആത്മീയമായത് പിടിക്കുവാൻ കഴിയുകയില്ല എന്ന സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വ്യക്തവും ശക്തമായി നൽകി തരികയാണ്. ലൗകികവും ആത്മീയവും കൂടി ഒരുമിച്ച് പിടിക്കുവാൻ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, പുറംതള്ളപ്പെട്ടു പോകും. ദൈവം നമ്മളെ കൈക്കൊള്ളുകയില്ല. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യം നയിച്ച മുൻപോട്ട് മാത്രം നോക്കി യാത്ര ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നത്. പുറകോട്ട് നോക്കിയാൽ മുൻപിലുള്ള ലക്ഷ്യം മാറിപ്പോകും. വിട്ടുപോകുന്നതിനെ, വിട്ടിറങ്ങിയതിനെ, വ്യർത്ഥമായതിനെ, നശ്വരമായതിനെ ഹൃദയത്തിൽ നിന്നും വിട്ടുകളയുക. നമ്മെ കൈപിടിച്ച് വിളിച്ചിറക്കിയിരിക്കുന്നത് നാശപട്ടണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പാർപ്പാൻ തക്ക പട്ടണത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ്. പുതിയ നിയമത്തിൽ ഒരു മുന്നറിയിപ്പിന്റെ ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. പ്രിയരെ, ലോത്തും കുടുംബവും ദൂതന്മാരാൽ നിർബന്ധിക്കപ്പെട്ട് കൈ പിടിച്ചിറക്കപ്പെട്ടവരാണ്. അവർക്കുള്ള ശക്തമായൊരു നിർദ്ദേശം ഇതായിരുന്നു: ജീവരക്ഷയ്ക്കായി ദൂരെ കാണുന്ന ആ പർവ്വതത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോയിക്കൊള്ളുക എന്നുള്ളതായിരുന്നു. ദൂതന്മാരുടെ ജോലി പട്ടണം നശിക്കപ്പെടുന്നതിന് മുൻപ് അവരുടെ കൈ പിടിച്ച് അവരെ വീട്ടിൽ നിന്ന് ബലമായി ഇറക്കി സോദോം എന്ന പട്ടണത്തിന് പുറത്തെത്തിക്കുക എന്നത് മാത്രമായിരുന്നു. ആ പർവ്വതത്തിൽ അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ള ദൂതന്മാരുടെ പദ്ധതി അല്ലായിരുന്നു. അവരെ ദൈവം നശിപ്പിക്കാൻ പോകുന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിന്റെ ഇടവനിൽപ്പിന്റെ വെളിച്ചത്തിൽ അവരുടെ കൈ പിടിച്ച് നിർബന്ധിച്ച് അവരെ ഭവനത്തിന് പുറത്തു കൊണ്ടുവന്ന്, ആ പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്ന് ദൂരെ ആ ലക്ഷ്യം ചൂണ്ടിക്കാണിച്ച് ആ പർവ്വതത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു സന്ദേശം കൊടുക്കലായിരുന്നു. ആ പട്ടണത്തിൽ നിന്നുള്ള വിടുവിക്കലായിരുന്നു. ഇനി ഓടിപ്പോകേണ്ടത് ആ പർവ്വതത്തിലേക്ക് ചെന്ന് കയറേണ്ട ഉത്തരവാദിത്വം ലോത്തിൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെതുമായിരുന്നു. എന്നാൽ അവർക്കവിടെ സംഭവിച്ചത് എന്താണ്, ആ യാത്രയിൽ എന്താണ് അവർ നേരിട്ടത് എന്നൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പ്, അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഓടിത്തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ ഒരു മുന്നറിയിപ്പ് വീണ്ടും അവർ കേൾക്കുകയാണ്. പുറകോട്ട് നോക്കരുത് എന്നുള്ളൊരു സന്ദേശമായിരുന്നു. അർത്ഥാൽ പണ്ടത്തെ നാളുകളിലേക്ക്, പണ്ടത്തെ സുഖസൗകര്യങ്ങളിലേക്ക്, ദൈവത്തെ കൂടാതെയുള്ള രസങ്ങളിലേക്കും ആനന്ദങ്ങളിലേക്കും സമ്പത്തിലേക്കും കൂട്ടായ്മയിലേക്കും നോക്കരുത് എന്നുള്ളതായിരുന്നു ആ സന്ദേശം. കാരണം അതെല്ലാം അഗ്നിക്കിരയാകാനുള്ളതാണ്. എന്നാൽ രക്ഷപ്പെടുവാനുള്ള, പർവ്വതത്തിലെത്തുവാനുള്ള ദൈവിക നിർദ്ദേശം ലോത്തും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും ഒരുപോലെ അനുസരിക്കേണ്ടവരായിരുന്നു. എന്നാൽ ആ യാത്രയിൽ രക്ഷപ്പെടുവാനുള്ള ആ നിർദ്ദേശം, പുറകോട്ട് നോക്കരുത് എന്നുള്ള നിർദ്ദേശം ലോത്തിന്റെ ഭാര്യ അനുസരിച്ചില്ല.
അവൾ പുറകോട്ട് നോക്കി ഉപ്പുതൂണായി ഭവിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയരെ, പുതിയ വിശ്വാസികൾക്കും ശക്തമായുള്ള ഒരു നിർദ്ദേശം പുറകോട്ട് നോക്കാതെ മുൻപോട്ട് നോക്കി ഓടുവാനുള്ളതാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട എന്ന യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസിയുടെ ജീവരക്ഷയ്ക്കായുള്ള സ്വർഗീയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം പിൻപിലുള്ളതൊക്കെയും മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യാരാധനയ്ക്കായി വിളിച്ചിറക്കപ്പെട്ട ദൈവജനം ഇടയ്ക്കിടെ പുറകോട്ട് പണ്ടത്തെ നാളുകളിലേക്ക് നോക്കിയാൽ അവർക്ക് വാഗ്ദത്ത ദേശത്ത്, അവർക്ക് വാഗ്ദത്ത ഭവനത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിവുള്ളവരായിരിക്കണം. ഇതിനേക്കാൾ നല്ലത് അതായിരുന്നു എന്നും ഇവിടത്തേക്കാൾ നല്ലത് അവിടെയായിരുന്നു എന്നും ചിന്തിക്കാനും പറയാനും അതിലേക്ക് തിരിയാതിരിക്കാനും സൂക്ഷിച്ചുകൊള്ളുകയും. പ്രിയരെ, ഇസ്രായേൽ ജനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വാഗ്ദത്തത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനത്തിന് കഠിനമായി മരുഭൂമിയിൽ ദാഹം അനുഭവപ്പെട്ടു. അതിന്റെ വെളിച്ചത്തിൽ അവർ മോശയോട് കലഹിക്കുന്നു. മോശ വിമർശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. പുറപ്പാട് 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യത്തിൽ ഇങ്ങനെ കാണും. അവർ അവിടെ അവരുടെ മേലുള്ള ദൈവിക പദ്ധതിക്കും നടത്തിപ്പിനും എതിരെ പിറുപിറുക്കുകയാണ് ചെയ്തത്. അവരുടെ പണ്ടത്തെ നാളുകളായിരുന്നു നല്ലത് എന്നവർ പ്രഖ്യാപിക്കുകയാണ് അതിൽ കൂടി, ആ പിറുപിറുപ്പിൽ കൂടി ചെയ്തുകൊണ്ടിരുന്നത്. അവർ വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകാൻ വീണ്ടും ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ് അവരെ നിയന്ത്രിച്ചിരുന്നതും പണ്ടത്തെ നാളുകളെക്കുറിച്ച് നല്ലത് നല്ലത് എന്ന് പറയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പണ്ടത്തെ കാലം ഇന്നത്തേക്കാൾ മെച്ചമായിരുന്നു എന്ന് ആത്മീയ വിഷയങ്ങളോടുള്ള ബന്ധത്തിലും ഭൗതിക വിഷയങ്ങളോടുള്ള ബന്ധത്തിലും പറയാതിരിപ്പാൻ സൂക്ഷിക്കുവാൻ എല്ലാ വിളിക്കപ്പെട്ട ദൈവമക്കളും ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ഉറവിടം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ്. കൂടപ്പിറപ്പുകളെ, നാം നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരം നടക്കുകയും നമുക്ക് വേണ്ടിയുള്ള നിത്യമായ പാർപ്പിടത്തിലേക്ക്, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ മനോഹരമായ പട്ടണത്തിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഒരു ഒരുക്കത്തിൻ്റെ നാളുകളിലും അതിലേക്കുള്ള യാത്രയിലുമാണ്. ഈ യാത്രയിൽ നാം കലഹത്തിൻ്റെ ആത്മാവിനാൽ കലങ്ങിപ്പോകാതിരിക്കുവാൻ, ചില ദൈവിക നടത്തിപ്പുകൾ നമുക്ക് ഇടർച്ചക്കല്ലാകാതിരിക്കുവാൻ നാം സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവുമായി നാം വിഘടിക്കരുത്. നമ്മുടെ ഇന്നത്തെ നാളുകൾ, ആരാധന നാളുകൾ മഹത്വകരമായ പ്രത്യാശയുടേതാണെന്നും ദൈവിക പദ്ധതി പ്രകാരമാണ് ഞാൻ ആയിരിക്കുന്നതെന്നും കരുതുക. അങ്ങനെ കരുതുകയും ദൈവത്തിന് നാം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നവരായി വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ, വേർപാടിൻ്റെ ആരാധനക്കാരായി നാം ദൈനംദിനം മുന്നേറുവാനിടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വരെ വൈകിയതുകൊണ്ട് വീണ്ടും നല്ലൊരു ദിവസം കൂടെ ദാനം ലഭിക്കുകയും ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുകയും നല്ല ആലോചനകളെ കർത്താവെ കേട്ട് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഏറ്റെടുക്കുവാനും കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ പുറകോട്ട് നോക്കാത്തവരായി, പണ്ടത്തെ നാളുകൾ നല്ലതെന്ന് പറയാത്തവരായി കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശോഭനകരമായ ഭാവിക്ക് വേണ്ടി പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന് മുൻപോട്ട് പ്രയാണം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അവിശ്വാനുസരണം ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവ് കൽപ്പിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിച്ചു കൊടുക്കണമേ. സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം കൊടുക്കണമേ. ആശ്വാസമില്ലാത്തവർ ആശ്വസിക്കപ്പെടട്ടെ കർത്താവ്. നടത്തിപ്പില്ലാത്തവർക്ക് നടത്തിപ്പുണ്ടാകട്ടെ. ചില കുടുംബങ്ങൾ കൂടെ, ചില ആത്മാക്കൾ കൂടെ രക്ഷിക്കപ്പെടട്ടെ, സ്നാനപ്പെടട്ടെ. ചില കുടുംബങ്ങൾ ദൈവസഭയിലേക്ക് വന്ന് കയറട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ
പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.